ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അവതാരങ്ങളുടെ അത്ഭുതമുളവാക്കുന്ന ഭക്തരുടെ അനുഭവ കഥകൾ. ഒരു അവതാരത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ആളുകളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റമാണ്. മറ്റു പല അത്ഭുതങ്ങളും ചെയ്യാൻ കഴിവുള്ളവർ കാണും. ഒരുപക്ഷെ അത്തരം അനുഭവങ്ങളിൽ പലതും ഇന്ദ്രജാലക്കാരും കാണിക്കും. എന്നാൽ ഇന്ദ്രജാലക്കാരും യുക്തിവാദികളും വിചാരിച്ചാൽ മറ്റുള്ളവരുടെ സ്വഭാവം പാടെ മാറ്റാൻ സാധ്യമല്ല. എന്തിന് അക്കൂട്ടർക്ക് സ്വന്തം സ്വഭാവത്തെ മാറ്റാനോ പരിഷ്കരിക്കാനോ സ്വന്തം ദുർബല വാസനകളിൽ നിന്ന് സ്വയം മുക്തരാകാനോ സാധിക്കുന്നില്ല. അവർ അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. അതേസമയം ശരിക്കുള്ള ആധ്യാത്മിക വ്യക്തികളും അവതാരങ്ങളും വിശ്വപ്രേമത്തിൻ്റെ ഉടമകളായി നിന്നുകൊണ്ട് സർവശക്തരും സർവജ്ഞരുമായി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെ നല്ലതിലേക്ക് മാറ്റിമറിക്കുന്നു. ലൗകികനും ദുർവൃത്തനുമായ ഒരു ഗിരീഷ് ചന്ദ്രഘോഷിന്റെ സ്വഭാവം മാറ്റിയെടുത്ത് അദ്ദേഹത്തെ ആധ്യാത്മിക വ്യക്തിയാക്കിയതു മാത്രം നോക്കിയാൽ മതി രാമകൃഷ്ണദേവൻ അവതാരമാണെന്ന് ബോധ്യപ്പെടും എന്ന് സ്വാമി വിവേകാനന്ദനും മറ്റും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വയം ഗിരീശൻ ചോദിക്കുന്നു, ശ്രീരാമകൃഷ്ണൻ ഭഗവാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഭഗവാൻ? എന്നെപ്പോലുള്ള ഒരുവനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ ഈശ്വരനല്ലാതെ മറ്റാർക്ക് കഴിയും? നമുക്കിനി അമ്മയിലേക്ക് നോക്കാം. അമ്മയുടെ അനുഗ്രഹത്താൽ ആധ്യാത്മിക ജീവിതത്തിലേക്ക് തിരിഞ്ഞ അനേകം ഭക്തന്മാർ നാട്ടിലെല്ലാം ഉണ്ട്. എത്രയോ തനി ലൗകികരായ ഗൃഹനാഥന്മാരെ അമ്മ ഉത്തമ സാധകരാക്കി മാറ്റിയിരിക്കുന്നു. ലൗകിക ജീവിതം നയിച്ചു വരുന്ന എത്ര കോളേജ് വിദ്യാർത്ഥികളെ അമ്മ ദർശന മാത്രയിൽ മാറ്റിമറിച്ച് ബ്രഹ്മചാരികളാക്കിയിരിക്കുന്നു. അമ്മ ആളുകളിൽ വരുത്തുന്ന മഹത്തായ സ്വഭാവ പരിവർത്തനം മാത്രം നോക്കിയാൽ മതി അമ്മയുടെ തത്വം ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു അനുഭവം ഇങ്ങനെ നമുക്ക് പറയാം. ഒരു അനുഭവം പറയാം. കൊല്ലം സ്വദേശിയായ ഒരു ഭക്തൻ പറയുകയാണ്, അവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടി കുറച്ചു കാലം മുമ്പ് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. വള്ളിക്കാവിൽ ചെന്നാൽ പരിഹാരം കാണാം എന്ന് പരിചയക്കാർ പറഞ്ഞതനുസരിച്ച് അവർ ആശ്രമത്തിലെത്തി. അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇന്നേക്ക് 7-ാം പക്കം കുട്ടി തിരികെ വരും, നിങ്ങൾ എങ്ങും തിരക്കി പോകണ്ട. അമ്മ അവരുടെ പക്കൽ 7 തിരി കൊടുത്തു. 7 ദിവസമായി ഓരോന്നും കത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു. 7-ാമത്തെ തിരി കത്തുന്ന ദിവസം അധികാരികൾ കുട്ടിയെ നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കും എന്ന് അമ്മ പറഞ്ഞു. പക്ഷേ അവർക്ക് വിശ്വാസമായില്ല. പെൺകുട്ടിയുടെ വീട്ടുകാരല്ലേ. അവർ പല സ്ഥലത്തും തിരക്കി ഓടി നടന്നു. എങ്ങും കുട്ടിയെ കണ്ടില്ല. നിരാശപ്പെട്ട് വീണ്ടും അമ്മയുടെ അടുക്കലെത്തി. അമ്മ പറഞ്ഞു, വെറുതെ പണം ചെലവാക്കിയതെന്തിന്? അമ്മ പറഞ്ഞിരുന്നില്ലേ, ഉറപ്പു വേണ്ടേ? പരിഭ്രമിക്കാതെ പറഞ്ഞതുപോലെ കുട്ടിയെ തിരിച്ചു കിട്ടും. 6 ദിവസം 6 തിരി എരിഞ്ഞു. 7-ാമത്തെ ദിവസമായി. അമ്മ കൊടുത്ത 7-ാമത്തെ തിരിയും അന്ന് സന്ധ്യയ്ക്ക് അവർ നിലവിളക്കിൽ വെച്ച് കത്തിച്ചു. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ കുട്ടി മദ്രാസ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കുട്ടി ഒരു സ്വർണ്ണാഭരണം വിൽക്കാൻ തട്ടാന്റെ സ്വർണ്ണക്കടയിൽ ചെന്നു. അയാൾക്ക് സംശയം തോന്നിയിട്ട് പോലീസിനെ അറിയിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ കൃത്യമായി അവർക്ക് മകളെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും കുട്ടിയെ മടക്കി കിട്ടുകയും ചെയ്തു. അന്നു മുതൽ അവർ എല്ലാവരും അമ്മയിൽ പൂർണ്ണമായി അർപ്പിച്ചു നീങ്ങുകയാണ്. അമ്മ അവരെ കാത്തുരക്ഷിക്കുന്നു എന്ന് അവർക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അനുഭവ കഥകൾ തുടരാം. ഹരി ഓം നമഃ ശിവായ.